بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഈ നേരത്ത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ വായന അവസാനിച്ചത് അർബഊൻ അന്നബവി അർബഊൻ അന്നബവിയ്യ എന്ന കിതാബായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിഅമത്ത് കൊണ്ടും അത് നമുക്ക് വായിച്ചു തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അടുത്തതായി വായിക്കുവാൻ വേണ്ടി അശ്ശൈഖ് നവാസ് അൽ ഹിന്ദി ഹഫിളഹുല്ലാഹ് നമ്മളോട് ഉപദേശിച്ചത് റിയാദുസ് സാലിഹീനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്കത് വായിക്കാം. എന്നാൽ അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ആ ദിവസങ്ങളിൽ, അതായത് കുറച്ച് ദിവസങ്ങൾ, ഒരു കഥ നമുക്ക് വായിക്കാം. ഒരു കഥ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിൻ്റെ പ്രകാശം ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് കെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് ഹഖാണെന്ന് അന്വേഷിക്കുന്ന ഏതൊരുത്തനും മനസ്സിലാവുകയും ചെയ്യും. അതല്ലാതെ മറ്റൊരു ദീനും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അത് മനസ്സിലാക്കിയവർ, അത് സ്വീകരിച്ചവർ, അവർ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണോ സത്യം അന്വേഷിച്ചത്, ആത്മാർത്ഥമായി അന്വേഷിച്ചത്, അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു. എന്തിനധികം ഇസ്ലാമിനെ വിമർശിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനും വേണ്ടിയും മാത്രം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം എന്നാഗ്രഹിച്ച ആളുകൾ, അവർ പിന്നീട് മുസ്ലിമീങ്ങളായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം എന്ന് ആഗ്രഹിച്ച ഒരു സംഭവം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവരിലെ പുരോഹിതന്മാർ, അവരിലെ പാസ്റ്റർമാരെന്നോ എന്താണ് അതിനെ പറയുക എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അതായത് അവരുടെ ദഅവത്തുമായി നടക്കുന്ന ആളുകൾ, അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ, ആ ആൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും അതിന് ശേഷം യഥാർത്ഥ സത്യത്തെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്ത ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പോലെ. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ചുരുക്കം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിമീങ്ങളായി മാറിയ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ, അതായത് ഓരോരുത്തരുടെ ജീവചരിത്രങ്ങൾ ക്രോഡീകരിച്ച ഒരു സമാഹാരം, അതിൽ പറയുന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം. അൽ ഖിസ്സു സാബിഖുൽ ഇന്തോനീസി മിൻ അസ്ലി ഹോലന്ദി റഹ്മ ബൂർണോമോ. മുന്നത്തെ ഖിസ്സായിരുന്ന, ഖിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രീച്ചർ, അവരിലെ പഠിപ്പിക്കുന്ന ദഅവത്തിന് വേണ്ടി നടക്കുന്ന ആളുകളാണ്. ഇന്തോനേഷ്യയിലെ ഖിസ്സായിരുന്ന ഒരാൾ, ആളുടെ അസ്ൽ എവിടെയാണ്? ഹോളണ്ടാണ്. ആളുടെ പേര് പിന്നീട് മാറ്റി റഹ്മ എന്നാക്കി. അതാണ് റഹ്മ ബോർണോമോ. ബോർണോമോ എന്നുള്ള പിതാവിൻ്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നഹു റജുലുൻ യൻതസിബു ഇലാ അബിൻ ഹോലന്ദി വ ഉമ്മിൻ ഇന്തോനേഷ്യത്തിൻ മിൻ മദീനത്തി അംബൂൻ. അംബൂൻ എന്ന പട്ടണത്തിൽ ഹോളണ്ടുകാരനായ പിതാവിൻ്റെയും ഇന്തോനേഷ്യക്കാരനായ മാതാവിൻ്റെയും മകനായിട്ടുള്ള ആളായിരുന്നു ഈ റഹ്മ എന്ന് പറയുന്ന ഇയാൾ. അംബൂൻ എന്ന് പറഞ്ഞാൽ അൽ വാഖിഅ ഫി ജസീറത്തിൻ സഗീറത്തിൻ ഫി അഖ്സ ശർഖ് മിൻ ജുസുർ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ കിഴക്കേ അറ്റത്തുള്ള ദ്വീപുകളിൽ, ചെറിയ ദ്വീപുകളിൽ ഒന്നാണ് എന്ത്? അംബൂൻ എന്ന് പറയുന്ന ഈ പട്ടണം. والنصرانية هي الدين الموروث لأسرته أبا عن جد.
പിതാവിൽ നിന്ന് അതുപോലെ തന്നെ പിതാമഹന്മാരിൽ നിന്നും അനന്തരമായി അവരെടുത്തതാണെന്ത്, അതായത് അതായത് കുടുംബപരമായി തന്നെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളാണെന്ന് ആര്? റഹ്മ ബോർണോമോ. കാന ജദ്ദുഹു ഖിസ്സീസൻ യന്തമി ഇലാ മദ്ഹബിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഖിസ്സീസായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രബോധകനായിരുന്നു ജദ്, വല്ലിപ്പ. വകാന അബൂഹു ഐദൻ ഖിസ്സീസൻ അലാ മദ്ഹബി പെന്തിക്കോസ്റ്റ, അതായത് പെന്തക്കോസ്റ്റ് വിഭാഗത്തിലെ ഒരു പ്രബോധകനായിരുന്നു ആര്? റഹ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ വല്ലിപ്പൻ ഖിസ്സീസാണ്, പിതാവും ഖിസ്സീസാണ്. വകാനത്ത് വാലിദത്തുഹു മുഅല്ലിമത്തുൽ ഇൻജീലി ലിന്നിസാ, മാതാവ് സ്ത്രീകൾക്ക് ഇഞ്ചീൽ പഠിപ്പിച്ചിരുന്ന, അതായത് ഓരോ ബൈബിള് പഠിപ്പിച്ചിരുന്ന ആളാണ് ആര്? മാതാവ്. അമ്മാ ഹുവ നഫ്സുഹു ഫഖദ് കാന ഖിസ്സൻ, എന്നാൽ ഈ റഹ്മ എന്ന് പറയുന്ന ആളും ഖിസ് തന്നെയായിരുന്നു, ഇവർ ഖിസ്സീസിൽപ്പെട്ട ആളായിരുന്നു. വറഈസൻ ലിത്തബ്ശീരി ഫി കനീസത്തി ബൈത്തുൽ ഇൻജീൽ സ്പെയിനോ, ബൈബിൾ ഹൗസ് സ്പെയിനോ എന്തോ പേരാണ്, അതിൽ സുവിശേഷ പ്രവർത്തകൻ, സുവിശേഷം എന്ന് പറയാൻ പറ്റില്ല, അതിനെ മറിച്ച് എന്താണത്? ദുവിശേഷം എന്ന് പറയാം. അതിൽ നേതാവായിരുന്നു ആര്? ഇയാൾ. വഖദ് ഖാല വഹുവ യഹ്കി സബബ ഇസ്ലാമിഹി, അദ്ദേഹം എന്ത് ചെയ്യാണ്? സ്വന്തം ഇസ്ലാം എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ മുസ്ലിമായി എന്നതിനെക്കുറിച്ച് പറയുകയാണ്, പറഞ്ഞു തുടങ്ങുകയാണ്. ലം യഖ്തുർ ബിബാലി അവലൗ ലിലഹദത്തിൻ വാഹിദത്തിൻ അൻ അകൂന മിനൽ മുസ്ലിമീൻ, എൻ്റെ ചിന്തയിൽ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഞാൻ മുസ്ലിമാകുമെന്ന്, ഒരിക്കൽ പോലും. إذ أنني منذ نعومة أظفاري تلقيت التعليم من والدي الذي كان يقول لي دائما إن محمدا رجل بدوي صحراوي ليس له علم ولا دراية ولا يقرأ أنه أمي. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിരല് അത് മുളച്ചു തുടങ്ങുന്ന, അതായത് നഖം കട്ടിവെച്ച് തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടറബി ആയിട്ടുള്ള ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മക്കൾക്ക് ചെറുപ്പത്തിലെ. സഹറാവി, മരുഭൂമിയിൽ ജീവിച്ചിരുന്ന, ഇൽമുമില്ല, അതുപോലെ തന്നെ കാര്യങ്ങളും അറിയില്ല, വായിക്കാനും അറിയില്ല, നിരക്ഷരനായ ഒരാളാണ് എന്നാണ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. വഹാകദ അല്ലമനി അബി, അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. ബൽ അക്തറു മിൻ ദാലിക ഫഖദ് ഖറഅതു ലിൽ പ്രൊഫസർ അദ്ദക്തൂർ റിക്കോൾഡി അൻ-നസ്രാനി. റിക്കോൾഡി അൻ-നസ്രാനി എന്താണ് ആൾ ശരിക്കും പേര്, ഇംഗ്ലീഷിലാവുമെന്ന് അറിയില്ല. അൽ ഫറൻസി, ഫ്രാൻസുകാരനായ ഒരു ഡോക്ടറായ പ്രൊഫസർ, അയാളുടെ കിതാബിൽ ഞാൻ വായിച്ചിട്ടുള്ളത് എന്താണ്? ബിഅന്ന മുഹമ്മദൻ റജുലുൻ ദജ്ജാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് അവർ പറഞ്ഞത്? അങ്ങനെ അവർ പറഞ്ഞു. യസ്കുനു ഫി ദർകി അത്താസിഇ മിനൻ നാർ, നരകത്തിലെ 9ാമത്തെ തട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞു. അതായത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് എന്നാരാണ് പറയുന്നത്? ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു ഇയാൾ പറയുകയാണ്. هكذا كانت تساق المفتريات الكثيرة لتشبيه شخصية الرسول صلى الله عليه وسلم. ഇങ്ങനെയായിരുന്നു ഇത്തരം സങ്കല്പ കാര്യങ്ങൾ, അത് ഇത്തരം കളവുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമാക്കാൻ വേണ്ടി. ومنذ ذلك الحين تكونت لدي فكرة مغلوطة راسخة تدفعني إلى رفض الإسلام وعدم اتخاذه دينا لي. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എന്തുണ്ട്? ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കരുത് എന്നുള്ള ബോധം എനിക്ക് അന്നേ ഉണ്ട്, ചെറുപ്പത്തിലേ ഉണ്ട്. ثم يقول الواقع أنه لم يكن من أهدافي بحال من الأحوال أن أبحث عن دين الإسلام ولكني كان يحدوني دائما دافع لأن أهتدي إلى الحق. ഒരിക്കലും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പോലും എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടില്ല. എൻ്റെ ചിന്തയിൽ പോലും ഇസ്ലാമിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് എനിക്ക് ചിന്ത പോയിട്ടില്ല.
പക്ഷേ എനിക്കൊരു കാര്യമുണ്ടായിരുന്നു, എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചോദ്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു, ഹക്ക് എന്താണ് എന്നുള്ളത് എനിക്കറിയണം, സത്യം എനിക്കറിയണം, സത്യത്തിലായിരിക്കണം ഞാൻ. വലാകിൻ ലിമാദാ കുൻതു അബ്ഹദു അനിൽ ഹഖ്ൽ മജ്ഹൂൽ ولماذا تركت ديني رغم أنني كنت أتمتع فيه بمكانة مرفوعة بين قومي. പക്ഷെ ഞാൻ എന്തിനാണ് ഈ അറിയപ്പെടാത്ത സത്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്? എന്തിനായിരുന്നു അത്? അതുപോലെ തന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ദീനിൽ എനിക്കുണ്ടായ വലിയ സ്ഥാനം, ഞാൻ വലിയ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അവരുടെ അറിയപ്പെട്ട ഖിസീസായിരുന്നു, എന്നിട്ട് ഞാനതെന്തിനാണ് ഉപേക്ഷിച്ചത്? ഹൈദു കുൻതു റഈസ തബ്ശീരിൽ മസീഹി ഫിൽ കനീസ, ആ പള്ളിയിൽ ഞാനായിരുന്നു എന്ത്, അവിടുത്തെ നേതാവ്. പിതാവും വല്ലിപ്പൊക്കെ ഇതാണ്, ഉമ്മ ഇതാണ്, പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ? വകുൻതു അഹ്യാ ബിനാഅൻ അലാ ദാലിക ഹയാതൻ കുല്ലഹാ റഫാഹിയത്തിൻ വയുസ്ർ. ഞാൻ ആ വിഷയത്തിൽ ഞാൻ ജീവിച്ചിരുന്നത് എളുപ്പത്തിൻ്റെയും അതുപോലെ തന്നെ സുഖങ്ങളുടെയും ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഇദൻ ലിമാദ ഇഖ്തർതുൽ ഇസ്ലാം, പിന്നെ ഞാൻ എന്തിനാണ് ഇസ്ലാം സ്വീകരിച്ചത്? പിന്നെ ഞാൻ എന്തിനാണ് ഇസ്ലാമിനെ തിരഞ്ഞെടുത്തത്? ലഖദ് ബദഅത്തിൽ ഖിസ്സതു അല നഹ്വി താലി, ഇങ്ങനെയാണ് സംഭവത്തിൻ്റെ തുടക്കം, ഇങ്ങനെ പറയാൻ പോകുന്നത് പോലെ. في يوم من الأيام أرسلتني قيادة الكنيسة للقيام بأعمال تبشيرية لمدة 3 أيام ولياليها في منطقة دائري. ദായിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദഅവത്തിന് വേണ്ടി 3 ദിവസവും 3 രാത്രിയും എന്നെ ഈ കമ്മിറ്റിയിൽ, അതായത് അവിടുത്തെ വലിയ ആൾ, അവിടുത്തെ കനീസയിലെ പള്ളിയിലെ വലിയ ആൾ എന്നെ പറഞ്ഞയച്ചു. التي تبعد عن عاصمة ميدان الواقع في شمال جزيرة سومطرة بضع مئات من الكيلومترات. മെയ്ദാൻ എന്ന് പറയുന്ന സുമത്രയിലെ തലസ്ഥാനത്തിൽ നിന്നും ഏകദേശം 100ഓളം കിലോമീറ്ററുകൾ അകലെയാണ് ഈ സ്ഥലം. ولما انتهيت من أعمال التبشير والدعوة أبيت إلى دار مسؤول الكنيسة في تلك المنطقة. അങ്ങനെ ഞാൻ അവിടെ ദഅവത്തൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിലെ കാര്യപ്പെട്ട ആളുടെ വീട്ടിൽ റെസ്റ്റിന് വേണ്ടി ചെന്നു. വകുൻതു ഫി ഇന്തിദാരി വസൂൽ സയ്യാറത്തിൻ തഖില്ലുനി ഇലാ മൗഖി അമലി, എൻ്റെ വർക്കിൻ്റെ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള കാറ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വൈദാ ബിറജുലിൻ യത്ലു അലൈനാ ഫുജ്അതൻ, അപ്പോൾ അതാ ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ലഖദ് കാന മുഅല്ലിമൻ ലിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്. വഹുവ മാ യസ്മ ഫി ഇന്തോനേഷ്യ മുതവ്വ ഫിൽ കുത്താബ്. കുത്താബ് അതായത് ചെറിയ മദ്രസകളിൽ മുതവ്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുതവ്വ എന്ന് പറയുന്ന ആളായിരുന്നു ഇയാൾ. അത് അറിയപ്പെടുന്ന മുതവ്വ എന്നാണ് അറിയപ്പെടുക. വഹുവൽ മുദറസത്തുൽ ബസീതത്തുല്ലതി തുഅല്ലമൽ ഖുർആൻ, അത് ചെറിയൊരു മദ്രസയാണ്. ഈ കുത്താബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു മദ്രസയാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന. ലഖദ് കാന അർറജുലു മുൽഫിതൻ ലിൽ അൻവാർ, ആ മനുഷ്യൻ ആളെ നോക്കിപ്പോവും, കണ്ടാൽ നോക്കിപ്പോവും. നഹീഫൻ, കാന നഹീഫൽ ജിസ്ം, മെലിഞ്ഞിട്ടായിരുന്നു. ദഖീഖുൽ ഊദ് യർതദി കൂഫിയതൻ ബൈദാ ബാലിയ ഖലിഖ, വളരെ വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു തൊപ്പി ഇട്ടിട്ടുണ്ട്. ആ തൊപ്പി എന്താണ്? അതായത് ചീത്തയാവാറായ നുരുമ്പിയ ഒരു തൊപ്പിയാണ് തലയിലുള്ളത്. വലിബാസൻ ഖദ് തബദ്ദല ലൗനുഹു മിൻ കഥറത്തിൽ ഇസ്തിഅമാൽ, ഉപയോഗിച്ച് കളർ മാറിയ ഡ്രസ്സാണുള്ളത്. അപ്പോൾ ചിലപ്പോൾ വെള്ളമാണെങ്കിലും മഞ്ഞയിലേക്ക് മാറിയിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു ഡ്രസ്സാണുള്ളത്. ഹത്താ അൻ നഅലമഹു കാന മർബൂതൻ ബിഅസ്ലാകിൻ حتى أن نعله كان مربوطا بأسلاك لشدة قدمه. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് അത് വയറുകൊണ്ട് കെട്ടിവെച്ചിട്ടാണ് ഉള്ളത്. അത് പഴയത് കാരണം അത്ര അങ്ങനെയുള്ള ആളാണ്. اقترب الرجل مني وبعد أن بادلني التحية بادرني بسؤال التالي. ഈ വന്ന് കാണുമ്പോൾ കാണേണ്ട ഗ്രീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് പെട്ടെന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. وكان سؤالا غريبا من نوعه,
അതൊരു വ്യത്യസ്തമായ ചോദ്യമായിരുന്നു. ഇത്രയും നാൾ ഞാൻ കേട്ടിട്ടില്ലാത്ത, എന്നോട് ചോദിക്കപ്പെട്ടിട്ടില്ലാത്ത ചോദ്യമായിരിക്കണം. ഗരീബായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. قال لقد ذكرت في حديثك أن عيسى المسيح إله. നീ വർത്താനം പറയുമ്പോൾ അതായത് ഇയാളോട് ചോദിക്കുകയാണ്, ആര് ഈ വന്ന ആൾ, നിങ്ങൾ പറഞ്ഞല്ലോ ഈസ അലൈഹിസ്സലാം ഇലാഹാണെന്ന്, ദൈവമാണെന്ന് പറഞ്ഞല്ലോ. ഫഅൈന ദലീലുക അലാ ഉലൂഹിയതിഹി, എന്താണ് ഈസാ നബി ഇലാഹാണ് എന്നതിനുള്ള തെളിവ് എന്നെന്നോട് ചോദിച്ചു. فقلت له سواء كان هناك دليل أم لا فالأمر لا يهمك إن شئت فلتؤمن وإن شئت فلتكفر. ദലീലുണ്ടോ ഇല്ല എന്ന് നിന്റെ വിഷയമല്ല. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണമെങ്കിൽ അവിശ്വസിച്ചോ. കാരണം ഇയാളെന്താണ്, ദലീലുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഹക്കാണ് മൂപ്പര് പറയുന്നതെന്നാണ് മൂപ്പരെ വിശ്വാസം. ദലീൽ നീ എന്തിനാ അന്വേഷിക്കുന്നത്? വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വഹുന അദാന الرجل ظهره لي وانصرف. ഇത് കേട്ടപ്പോൾ നേരെ ഈ മനുഷ്യൻ നേരെ തിരിഞ്ഞുപോയി. ولكن الامر لم ينتهي عند هذا الحد. പക്ഷേ കാര്യം ഇവിടെ നിന്നില്ല. فقد اخذت افكر في قرارة نفسي. ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങി. واقول هيهات هيهات ان يدخل هذا الرجل الجنة. ഞാൻ എൻ്റെ മനസ്സിൽ പറയാൻ, ഹൈഹാത്ത് ഹൈഹാത്ത്, ഓഫ് വിദൂരം വിദൂരം, ഇയാൾ സ്വർഗത്തിൽ പോവാന്നുള്ളത് കഷ്ടം തന്നെ. ഇയാൾ സ്വർഗത്തിൽ ഒരിക്കലും പോവില്ല. കാരണം എന്താണ്? കാരണം لأنها مخصصة فقط لمن يؤمن بألوهية المسيح فحسب. എന്തുകൊണ്ടെന്നാൽ സ്വർഗം എന്നുള്ളത് മസീഹ് ഈസാ അലൈഹിസ്സലാം ഇലാഹാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എവിടെ പോകാൻ പറ്റുള്ളൂ? സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. هكذا كنت أعتقد جازما آنذاك. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന അതാണ്. ولكن عندما عدت إلى بيتي وجدت أن صوت الرجل يجلجل في روعي. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അതാ ആ മനുഷ്യൻ്റെ ശബ്ദം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, അതിങ്ങനെ മുഴങ്ങുന്നുണ്ട് ആ മനുഷ്യൻ്റെ ശബ്ദം. ويدق بقوة في أسماعي. എൻ്റെ കാതുകളിൽ അതിങ്ങനെ ശക്തമായി മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. مما دفعني إلى الرجوع إلى كتب الإنجيل بحثا عن الجواب الصحيح على سؤاله. ആ ചോദ്യവും ആ അവസ്ഥയും എന്നെ ഇഞ്ചീലിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഇഞ്ചീലിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചു. എന്താണ് ഇതിൻ്റെ ശരിയായ ഉത്തരം? അതിനുവേണ്ടി. ومعلوم أن هناك 4 أناجيل مختلفة أحدها بقلم متى والآخر مارك والثالث لوقا والرابع إنجيل യോഹന്ന. പിന്നെ അറിയപ്പെട്ടൊരു സംഭവമാണ് ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. ഒന്ന് മാർക്കോസ് ആണ്, ഒന്ന് മത്തായി ആണ്, അതുപോലെ തന്നെ ഒന്ന് പിന്നെ ലൂക്കോസ് ആയിരിക്കും, അതുപോലെ തന്നെ യോഹന്നാൻ. അങ്ങനെ 4 ഇഞ്ചീലുകളാണ് ഇപ്പോൾ ഉള്ളത്. ഹാദി തസ്മിയാത്ത് ഉഖിദത് ലിമുഅല്ലിഫി കുല്ലി മിൻഹാ. ഈ പേരുകൾ എവിടെ നിന്നാണ് കിട്ടിയത്? അത് രേഖപ്പെടുത്തിയ എഴുതിയ ആളുടെ പേരുകളാണിത്. യോഹന്നാൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതിയ ബൈബിളാണ്. ഐ അന്നൽ അനാജിൽ അൽ അർബഅത്തുൽ മശ്ഹൂറ ഹിയ മിൻ സുൻഇൽ ബശർ. അതായത് ഈ അറിയപ്പെട്ട ഈ ഇഞ്ചിലുകൾ അത് മനുഷ്യൻ്റെ കൃതിയിൽപ്പെട്ടതാണ്. വഹാദാ ഗരീബുൻ ജിദ്ദൻ. ഇത് വളരെ അത്ഭുതമുള്ള സംഭവമാണ്. ثم سألت نفسي هل هناك قرآن بنسخ مختلفة من صنع البشر. പിന്നെ ഞാൻ ചിന്തിച്ചു, ഖുർആനുണ്ടോ ഇതേപോലെ വേറെ വേറെ കോപ്പികൾ മനുഷ്യന്മാരുണ്ടാക്കിയ? وجاءني الجواب الذي لا مفر منه وهو بالطبع لا يوجد. പിന്നെ എനിക്ക് ഉത്തരം വന്നു കിട്ടി. ആ ഉത്തരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സ്ഥലവുമില്ല. എന്താണ് ആ ഉത്തരം? അങ്ങനെ ഒരു ഖുർആൻ വേറെ ഇല്ല. ഖുർആൻ ഒറ്റ ഒന്നേ ഉള്ളൂ. فهذه الكتب بعض الرسائل الأخرى فهي فقط مصدر تعاليم الديانة المسيحية المعتمدة. അപ്പോൾ ഇതാണ് 4 ഗ്രന്ഥങ്ങൾ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ചില നോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. وأخذت أدرس الأناجيل ال4 فماذا وجدت. ഞാനങ്ങനെ 4 ഇഞ്ചിലും പഠിക്കാൻ വേണ്ടി തുടങ്ങി. എന്താ എനിക്ക് കിട്ടിയത്? മൂപ്പരൻ എങ്ങനെ ചോദ്യശൈലിയിൽ നമ്മളോട് പറയാൻ, ഹാദ ഇഞ്ചീലു മത്ത.
هذا يقول عن المسيح عيسى عليه السلام إننا نقرأ فيه مما يلي إن عيسى المسيح ينتسب إلى إبراهيم وإلى داود إلى آخره. ഇതാ മത്തയിൽ പറയാണ്, ബൈബിള് മത്തായിൻ്റെ ബൈബിള് പറയാണ്, ഈസ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കും ദാവൂദ് അലൈഹി ഇസ്ലാമിലേക്കുമൊക്കെ കുടുംബ പാരമ്പര്യമുള്ള ആളാണ്. അപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ വന്നതാണ്. ഇദൻ മൻ ഹുവ ഈസ, അപ്പോൾ പിന്നെ ആരാണ് ഈസ? അലൈസ മിൻ ബനിൽ ബശർ, അപ്പോൾ പിന്നെ മനുഷ്യന്മാരെ മക്കളല്ലേ? ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ സന്താന പരമ്പരയിൽ വന്നതാണെങ്കിൽ മനുഷ്യന്മാരെ കുട്ടിയാണ്. നഅം ഇദൻ ഫഹുവ ഇൻസാൻ, അപ്പോൾ ഒരു ഉത്തരം കിട്ടി, അതെ അത് മനുഷ്യനാണ്. വഹാദ ഇൻജീൽ ലൂക്ക, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലൂക്കോസിൻ്റെ ഇൻജീലെടുത്തു. يقول ويملك على بيت يعقوب إلى الأبد ولا يكون لملكه نهاية. യാക്കോബിൻ്റെ ഗേഹം അവൻ അടക്കി വാഴും, അവൻ്റെ ഭരണത്തിനൊരു അവസാനവും ഉണ്ടായില്ല. വഹാദ ഇൻജീലു മാർക്ക്, അപ്പോൾ അതിലെന്താണ്? മലിക്കാണ്, രാജാവാണ്. ഒന്നിൽ മനുഷ്യൻ തന്നെയാണ്, രണ്ടാമത്തേൽ രാജാവുമാണ്. അപ്പോൾ എന്തായി? രാജാവായ മനുഷ്യൻ. വഹാദ ഇൻജീലു മാർക്ക്. ഇനി മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താ, ഇൻജീലിൽ എന്താണുള്ളത്? യഖൂൽ ഹാദിഹി സിൽസിലത്തുൻ മിൻ നസബി ഈസൽ മസീഹ് ഇബ്നുല്ലാഹ്. അതിലെന്താ പറയുന്നത്? ഇബ്നുല്ലാഹ്, അള്ളാഹിൻ്റെ കുട്ടിയാണ്. ലൂക്കാസിൽ എന്താണുള്ളത്? അള്ളാഹുവിൻ്റെ കുട്ടി. വഅഖീറൻ മാദാ യഖൂലു ഇൻജീൽ യോഹന്ന അൻ ഈസ അലൈഹിസ്സലാം. യോഹന്നാൻ്റെ ഇൻജീലിൽ എന്താ ഇനി പറയുന്നത് ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച്? ഇന്നഹു യഖൂൽ ഫിൽ ബദ്ഇ കാനൽ കലിമ, കാനത്തിൽ കലിമ, തുടക്കത്തിൽ കലിമത്തായിരുന്നു. വകാനൽ കലിമത്തു ഇൻദല്ലാഹ്, കലിമത്ത് അള്ളാഹിൻ്റെ അടുക്കലായിരുന്നു. വകാനൽ കലിമത്തുല്ലാഹ്, കലിമത്ത് അള്ളാഹ് തന്നെയായിരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ തുടക്കത്തിൽ ഈസ അലൈഹി സ്വലാം വചനമായിരുന്നു, വചനം അള്ളാഹുവിൻ്റെ അടുക്കലായിരുന്നു, വചനം അള്ളാഹു തന്നെയായിരുന്നു. ഇത് മൂന്നും യോഹന്നാൻ പറഞ്ഞ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടിവെക്കാൻ നമ്മളെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. അടുത്തായിരുന്നു, പിന്നെ അത് തന്നെയാണ് എന്ന് പറയാം. അതായത് ഈ ബുക്ക് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു, പിന്നെ പറയുകയാണ് ഈ ബുക്ക് തന്നെയാണ് ഞാൻ. മനസ്സിലാവണ്ടോ? പക്ഷെ ഇതിലെന്താണ് പ്രശ്നം? ലൂക്കോസ് പറഞ്ഞത് എന്താണ്? അള്ളാൻ്റെ കുട്ടീന്നാണ്, അള്ളാൻ്റെ മോൻ എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞതോ അള്ളാഹ് തന്നെയാണ്. മനസ്സിലായോ? അപ്പം 4 ബൈബിളുകൾ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി 4 ബൈബിളുകൾ എടുത്തു വെച്ചപ്പോൾ 4ലും 4 ഉത്തരമാണ്. ഈസ അലൈഹി സ്വലാം ആരാണെന്ന് ഈ ബൈബിളിനോട് ചോദിക്കുമ്പോൾ ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലുള്ളത്, മറ്റേതിൽ രാജാവാണ്, മൂന്നാമത്തേതിൽ അള്ളാഹിൻ്റെ മോനാണ്, നാലാമത്തേതിൽ അള്ളാഹ് തന്നെയാണ്. ശരി. ومعنى هذا النص هو في البدء كان المسيح والمسيح عند الله والمسيح هو الله. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹ് തന്നെയാണ് മസീഹ് എന്നാണ് അവസാനം എത്തിച്ചത്. ഖുൽതു ലിനഫ്സി, അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഇദൻ ഹുനാക ഖിലാഫുൻ ബാരിസുൻ ബൈന ഹാദിഹിൽ കുതുബിൽ അർബഅ ഹൗല ദാത്തിൽ മസീഹ് അലൈഹിസ്സലാം അഹുവ ഇൻസാൻ അം ഇബ്നുല്ലാഹ് അം മലിക് അം ഹുവ അല്ലാഹ്. ഇത് 4 ഗ്രന്ഥത്തിൽ ഞാൻ എൻ്റെ നഫ്സിനോട് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു, ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? 4 ബൈബിളിലും അഭിപ്രായ വ്യത്യാസമാണ്. ആരെക്കുറിച്ച്? അവരല്ലാഹ് എന്ന് പറയുന്ന, അള്ളാഹിൻ്റെ കുട്ടിയാണെന്ന് പറയുന്ന, നബിയാണെന്ന് പറയുന്ന, അതുപോലെ തന്നെ സന്താനപരമായ മലിക്കാണെന്ന് പറയുന്ന എല്ലാം ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഇതെന്താണ്? ഇത് കോൺട്രാഡിക്ഷനാണ്. ഒരേ ആളെക്കുറിച്ചാണ് 4 അഭിപ്രായങ്ങൾ പറഞ്ഞത്. إذن هناك خلاف بارز بين هذه الكتب الأربعة حول ذات المسيح عليه السلام أهو إنسان. طيب يوم لوايتذا ولم لقد أشكل علي ذلك إن كذا سمشي منداكي ولم أعثر على جواب إن كذا نترون قتيلا. وهنا أحب أن أسأل إخواني النصارى. ഇവിടെ ഞാൻ നസ്രാനി സഹോദരങ്ങളോട് ചോദിക്കട്ടെ. നസ്രാനികൾ നമ്മളുടെ സഹോദരങ്ങളല്ല, മറിച്ച് ഈ മനുഷ്യനക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവില്ല. എന്താണ്? മുസ്ലിമായിട്ടുള്ള ഒരാളാണ്, എന്തില്ല, അദ്ദേഹത്തിന് അഖീദയെക്കുറിച്ചോ കാര്യങ്ങളോ അറിയുകയില്ല. എന്തായാലും നസ്രാനികളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ യൂജദു ഫിൽ ഖുർആനിൽ കരീമി തനാഖുദുൻ ബൈന ആയത്തിൻ വ ഉഖ്റ.
ഖുർആനിൽ ഒരായത്തും മറ്റേ ആയത്തും തമ്മിൽ വല്ല കോൺട്രാഡിക്ഷനും ഉണ്ടോ? ബിത്തബഅ ലാ, സ്വാഭാവികം. എന്താണ് ഉത്തരം? ഇല്ല. ലിമാദ, എന്തേ ഇല്ലാത്തത്? ലിഅന്നൽ ഖുർആന മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വതആല, എന്തുകൊണ്ടെന്നാൽ ഖുർആൻ അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അമ്മാ ഹാദിഹിൽ അനാജീൽ ഫഹിയ മിൻ തഅലീഫിൽ ബശർ, എന്നാൽ ഈ ഇൻജീലുകളോ ബൈബിളുകളോ അത് മനുഷ്യർ എഴുതിയതാണ്. ഇന്നകും തഅരിഫൂന വലാ ശക്ക അന്ന ഈസാ അലൈഹിസ്സലാം കാന തീലത ഹയാതിഹി യഖൂമു ബിഅഅമാലി ദഅവതി ഇലല്ലാഹി ഹാഹുനാ വഹുനാക്. നിങ്ങൾക്കറിയാവുന്നതാണ് ഈസാ അലൈഹിസ്സലാം ദഅവത്തുമായി നടന്നിരുന്നു. ജീവിതകാലം മുഴുവൻ അവിടെയും ഇവിടെയും ദഅവത്തുമായിട്ടാണ് നടന്നിരുന്നത്. നിങ്ങൾക്കറിയാലോ, അതൊക്കെ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. വലന അൻ നതസാഅൽ, നമ്മൾ ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ്? തറാ മാ ഹുവൽ മബ്ദഉൽ അസാസി അല്ലദി കാന യദ്ഉ ഇലൈഹി ഈസാ അലൈഹിസ്സലാം. എന്താണ് ചോദിക്കേണ്ടതെന്നറിയോ? എന്താണ് ഈസാ അലൈഹിസ്സലാം ഈ ക്ഷണിച്ചുകൊണ്ട് നടന്നിരുന്ന കാര്യം? എന്തിലേക്കാണ് ഈസാ അലൈഹിസ്സലാം ക്ഷണിച്ചിരുന്നത്? ഈ സംഭവം നമ്മൾ വായിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യാനികളുടെ ആശയങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ പൊള്ളത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ബൈബിളിലും മറ്റുമുള്ള വിവരക്കേടുകളും കോൺട്രാഡിക്ഷനുകളും അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ട് എന്തുകൊണ്ട് അതൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമായി എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ثم واصلت البحث, പിന്നെ ഞാൻ പഠനം അത് കണ്ടിന്യൂ ചെയ്തു. فوجدت في إنجيل يوحنا نصوصا تشير إلى دعاء المسيح عليه السلام وتضرعه إلى الله سبحانه وتعالى. അപ്പോൾ അതാ യോഹന്നാന്റെ ബൈബിളിൽ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവിനോട് കേണ് ദുആ ചെയ്യുന്നു. മനസ്സിലായില്ലേ? മുതദർരിഅൻ, വിനീതനായിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു, ലൗ കാന ഈസാ ഹുവ അല്ലാഹ് അൽ ഖാദിറു അലാ കുല്ലി ഷൈ ഫഹൽ യഹ്താജു ഇലാ ഹാദാ തദർറുഇ വദ്ദുആ അല്ലദി വറദ ഫീ ഇൻജീൽ യോഹന്നാ. യോഹന്നാന്റെ ബൈബിളിൽ വന്നിട്ടുള്ള ഈ ദുആ എന്തിന് ചെയ്യണം? ഈസാ അലൈഹിസ്സലാം ഇത്രയും കഴിവുള്ള ദൈവമാണ് എങ്കിൽ അള്ളാഹു എന്നാണ് ഈസാ അലൈഹിസ്സലാം എന്നാണ് യോഹന്നാൻ പറയുന്നത്. വകാന ഹുവ അല്ലാഹ്, അള്ളാഹു തന്നെയാണ് ഈ ഈസാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ യോഹന്നാന്റെ ബൈബിളിൽ തന്നെ എന്താണ്? തദർറു, ദുആ. ഇതൊക്കെ എന്തിന്? അള്ളാഹു ആണിതെങ്കിൽ എന്തിനിത് ചെയ്യണം? തയ്യിബ്, ഹാദാ ഹുവ നസ്സു ദുആ, ഇതാണ് ആ ദുആ. هذه هي الحياة الأبدية أن يعرفوك أنت الإله الحقيقي وحدك ويسوع المسيح الذي أرسلته. أنا مجدتك على الأرض. العمل الذي أعطيتني لأعمل قد أكملته. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അതായത് മരിക്കാൻ പോവാണെന്നാണ് അപ്പോഴുള്ള സംസാരം എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ്? അല്ലെങ്കിൽ കുരിശിൽ കയറ്റാൻ പോകുന്നു എന്ന് അവർ വാദിക്കുന്ന ആ സംഭവം മരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടുള്ള, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തിയാണ്. അവരുടെ വിശ്വാസപ്രകാരം ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടു എന്നാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, നീയാണ് ഇലാഹ്, നീയാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, നീ മാത്രം. ആരുടെ ബൈബിളിലാണ് പറയുന്നത്? യോഹന്നാന്റെ ബൈബിൾ. വയസൂഉൽ മസീഹ് അല്ലദി അർസൽതഹ്, അതുപോലെ തന്നെ ഞാൻ ഈസാ മസീഹ്, നീ അയച്ചവനായ ഈസയെ അറിയാനുള്ള യഥാർത്ഥത്തിലുള്ള ജീവിതമാണിത്. അന മജ്ജത്തുക അലൽ അർദ്, ഞാൻ നിന്നെ ഭൂമിയിൽ വാഴ്ത്തിയിട്ടുണ്ട്. അൽ അമലുല്ലദീ ആതൈതനി ലിഅഅമല ഖദ് അക്മൽതു, നീ എനിക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്നെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ഞാനത് ചെയ്തിട്ടുണ്ട്. വഹുവ ദുആഉൻ തവീൽ, ഇത് ദൈർഘ്യമുള്ളൊരു ദുആ ആണ്. യഖൂലു ഫീ നിഹായതി, ഈസാ അലൈഹിസ്സലാം അവസാനത്തിൽ പറയുന്നുവെന്ന് യോഹന്നാൻ പറയുകയാണ്. അയ്യുഹർ റബ്ബുൽ ബാർ ഇന്നൽ ആലമ ലം യഅരിഫ്ക അമ്മാ അന ഫഅറഫ്തുക വഹഉലായി അറഫു അന്നക അൻത അർസൽതനി വഅറഫ്തുഹും ഇസ്മക വസഅറിഫുഹും ലിയകൂന ഫീഹിമുൽ ഹുബ്ബ് അല്ലദീ അഹ്ബബ്തനി ബിഹി. എൻ്റെ പുണ്യവാനായ റബ്ബേ, തീർച്ചയായും ഈ ലോകം നിന്നെ അറിഞ്ഞില്ല, ഞാൻ നിന്നെ അറിഞ്ഞു. ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് നീ എന്നെ അയച്ചതാണ് എന്ന്. നിന്റെ പേരിനെക്കുറിച്ച്, നാമത്തെക്കുറിച്ച് ഞാൻ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആര് പറയുകയാണ്?
ഈസാ അലൈഹി സ്വലാം പറഞ്ഞു എന്ന് യോഹന്നാൻ പറയുക. هذا الدعاء يمثل اعترافا من عيسى عليه السلام بأن الله هو الواحد الأحد. ഈ ദുആയിൽ എന്താണുള്ളത്? ഈസാ അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണ്, അള്ളാഹുവാണ് ഏകനായിട്ടുള്ള റബ്ബ് എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് ഈ ദുആയിലുള്ളത്. വഅന്ന ഈസാ ഹുവ റസൂലുള്ളാഹിൽ മബ്ഊസ് ഇലാ ഖൗമിൻ മുഅയ്യനീൻ. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാം ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് അയക്കപ്പെട്ടതാണ് എന്നും ഈ ദുആയിൽ നമുക്ക് മനസ്സിലാക്കാം. വലൈസ ഇലാ ജമീഇൻ നാസ്, എല്ലാ ജനങ്ങളിലേക്കുമുള്ള നബിയല്ല ഈസാ അലൈഹി സ്വലാം എന്നും മനസ്സിലാക്കാം. ഫഅയ്യു ഖൗമിൻ ഹും ഹഉലാഇ യാ തറ, അത് ഏതാണ് ആ ഖൗമ്? നഖറഉൽ ജവാബ ദാലിക ഫി ഇൻജീൽ മത്ത, മത്തയുടെ ഇൻജീലിൽ നമുക്കത് വായിക്കാം. ഹൈദു യഖൂൽ ലം ഉർസൽ ഇല്ലാ ഇലാ ഖിറാഫി ബൈതി ഇസ്രായീൽ അദ്ദാല്ല, ഇസ്രായേൽ ഗേഹത്തിലെ വഴിതെറ്റിയ കുഞ്ഞാടുകളിലേക്കാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? അയക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാം അയക്കപ്പെട്ടുള്ളത് എവിടേക്കാണെന്ന് ഈസാ അലൈഹി സ്വലാം തന്നെ പറയുന്നതായി ആര് പറയുന്നു? മത്ത പറയുകയാണ്. എന്ത്? അതായത് മത്തായി പറയുകയാണ്, ഞാൻ എവിടേക്ക് അയക്കപ്പെട്ടുള്ളത്? ഇസ്രായേൽ ജനത്തിലെ വഴിതെറ്റിയ ആടുകളിലേക്കാണ്, അതല്ലാതെ ലോകത്തിലേക്ക് മുഴുവനായി അയക്കപ്പെട്ട നബിയല്ല ഈസാ അലൈഹിസ്സലാം. തയ്യിബ്, ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വായിക്കാം. നമ്മളുടെ മശൈഖ്മാരിൽപ്പെട്ട ഒരാൾ, ഒരു ഷെയ്ഖ് ഇത് വായിക്കുന്നത് കണ്ടപ്പോൾ, അത് കേൾക്കുകയും ചെയ്തപ്പോൾ അത് വായിക്കുന്നത് ആളുകൾക്ക് ഇവരുടെ പൊള്ളത്തരങ്ങൾ, അതായത് ബൈബിളിലും മറ്റുമുള്ള തെറ്റുകളും കോൺട്രാഡിക്ഷനുകളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ അതൊരു ഉപകാരമായിരിക്കും എന്ന നിലക്കാണ് നമ്മളത് വായിക്കാൻ ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസത്തിൽ നമുക്കത് വായിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഉദ്ദേശിച്ചാൽ റിയാദുസ് സാലിഹീൻ നമുക്ക് ആരംഭിക്കാം. ഇലാഹുന വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.